खुदा से आरज़ू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे। तेरा जलवा सुबह अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना, तू बड़ी माशाअल्लाह कहे अब्दुल्ला। तेरा जलवा सुबह अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। तेरे आशिक किस बात का शर्माना, किस बात का शर्माना, तू सीने से लगा ले ना चलेगा बहाना, ना चलेगा बहाना। हुस्न लाजवाब है, हुस्न लाजवाब है, खुली हुई किताब है, खुली हुई किताब है, पर्दा सरकारा जलवा दिखलाना। हम नहीं बेगाने, माने या ना माने हम तेरे दीवाने, तू बड़ी माशाअल्लाह कहे अब्दुल्ला। तेरा जलवा सुबह अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। जाम जवानी का तू होठों से पिला दे पिला दे, रंग भरी महफिल में तू गुल नया खिला दे, ये अदा ये कमाल है, ये हुनर पे मिसाल है। मा प प पा नी प ग ग म म प प प प द नि स नि पा, होठों से पिला दे, मा प प प म नी प ग ग म म प प प प द नि नि पा, गुल नया खिला दे, पनी सरी गारी गारी सा, ये अदा ये कमाल है, पनी सरी गारी गारी सा, ये हुनर बेमिसाल है। नि स म ग प ग म प म ग रे म ग म ग रे रे स नि स म ग प ग म प म ग ग रे स नि द नि सा नि द प म प नि प म ग म नि पा, या बड़ी माशाअल्लाह कहे अब्दुल्ला। तेरा जलवा सुबह अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा ബേബുട്ടാ, എന്തോ അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ഭയങ്കര എനർജി, നിന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം, ഓർക്കസ്ട്ര കോറസ് എല്ലാം അടിപൊളി, സൂപ്പർ. താങ്ക് യു. എന്തുകൊണ്ടാണ് ഈ പാട്ട് ചൂസ് ചെയ്തത്? എല്ലാരും പാടി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഫേവറേറ്റ് സോങ് ആണിത്. ആ, ഇവിടെ പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പൊ ഈ റൗണ്ട് വന്നപ്പോ അതെടുത്തു. അതെടുത്തു. ഓക്കെ ചേച്ചി. മെബു, എന്തോ മാം?
അടിച്ച് പൊളിച്ചു കേട്ടോ. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. സോ ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് സോങ്ങിൽ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് ബെറ്റർ. എന്ത് തോന്നി? അങ്ങനെ തോന്നിയോ മെബിന്? സ്വരം പാടാൻ കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് തോന്നിയോ ഇതിന്? പഠിക്കുമ്പോൾ കുറച്ച് പണിയായിരുന്നു, പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈസി ആയിരുന്നു. അത് ശരി. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ സംഗതികളൊക്കെ, ചില സംഗതികൾ എന്താണ് ഒരു സംഗതി മെനിയാക്കാവുന്നു അല്ലേ? ആ മറ്റേ പാട്ടിലും ആ ലാസ്റ്റ് സംഗതി അടിച്ചു പൊളിച്ചു അല്ലേ? കൊള്ളാം. അത് എനിക്കത് ആദ്യത്തെ പല്ലവി ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഈ വാക്കിന്റെ കാര്യമാണ് തേരാ ജൽവ. ഹിന്ദി വാക്കുകളൊന്നും നല്ലോണം പറഞ്ഞാൽ കുറച്ചുകൂടി സ്വീറ്റ് ആവും കേട്ടോ മോനെ. ബിക്കോസ് വേർഡ് നല്ലോണം പറയുമ്പം ആ വേർഡിന്റെ സൗണ്ടിങ് ബ്യൂട്ടിഫുൾ ആവും. വേർഡിന്റെ സൗണ്ടിങ്ങിന്റെ കൂടി നമ്മുടെ ട്യൂണ് കറക്റ്റായിട്ട് പാടുമ്പം അപ്പോൾ ഒരു വേറെ ലെവലിൽ അതൊരു പെർഫെക്ഷനിൽ നമുക്കത് പാട്ട് കേൾക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഇനി കുറച്ച് ലാംഗ്വേജിന്റെ കോൺസെൻട്രേഷൻ വേണം. പിന്നെ ഈ ജൽവ അല്ലേ, അനുപല്ലവിയിലാണോ? നാ ചലേഗ ബഹാന കോറസ് കഴിഞ്ഞിട്ട് വരുന്ന ജൽവ. ആദ്യം പാടിയപ്പോ എനിക്ക് ആ ജൽവ എന്തോ ഒന്ന്, ആ സംഗതി പാടി ജൽവ പാടിയപ്പോ ആ ശ്രുതി ഒന്ന് എന്തോ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയോന്ന് എനിക്ക് തോന്നി. പിന്നെ തൂ ഗുൽ നയാ ഖിലാടി ആ ലാസ്റ്റ് സംഗതി അല്ലേ, ബേമിസാലിന് പാടിയല്ലേ. ആദ്യം പാടിയ സംഗതി ഓക്കെ, പക്ഷെ ബേമിസാല് കഴിഞ്ഞിട്ട് വന്ന ഒരു സംഗതി ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലാന്ന് തോന്നുന്നു. മപ്പ നിസ കറക്റ്റ് ആയിട്ട് ബെറ്റർ. പിന്നെ അത് കറക്റ്റ് ആയിട്ട് വരാം. അത് ആദ്യം പാടിയപ്പോ ഇത് ഈ സെയിം സ്ഥലം ഒന്ന് ഒരു കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് സ്ലിപ്പായോ എന്നൊന്ന് തോന്നി. സ്വരങ്ങളുടെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും അതുകുറിച്ച് ഒന്നുകൂടി നമ്മുടെ ശരത്തേട്ടൻ പറയും. അതല്ലാതെ എനിക്ക് തോന്നി ഒരു നല്ല ഒരു വോയിസിന്റെ ത്രോ നന്നായിരുന്നു, എനർജി ലെവൽ നന്നായിരുന്നു, പ്രസന്റേഷൻ പ്ലസന്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഒരു നല്ല പെർഫോമൻസ്, ഉഗ്രൻ പെർഫോമൻസ്. താങ്ക് യു മാം. ആൻഡ് നൈസ് ചാലഞ്ച് കേട്ടോ. അത് ഒന്ന് സെലക്ട് ചെയ്തത് മേ ബി ഇവർക്കും അതൊരു ഐഡിയ കിട്ടും. ഇങ്ങനത്തെ ഫാസ്റ്റ് സോങ്സിൽ സ്വരം പാടുന്നത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈസി ആയിട്ടിരിക്കുന്നു അല്ലേ. ഗുഡ് ഐഡിയ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. മക്കളെ എന്തോ സാർ? ചക്കരെ എന്തോ നല്ല സെലക്ഷൻ മോനെ. നല്ല പാട്ടാണ്. അയ്യോ എങ്ങനെ പാടി വെച്ചിട്ട് കുറേ സന്തോഷം. കാര്യം ഈ പാട്ടിനുള്ള ഒരു ഞാനുമായിട്ടുള്ള ഒരു കണക്ട് എന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ദാസേട്ടൻ പാടുമ്പോൾ ഞാൻ ആ തിയേറ്ററിലുണ്ട്. ഞാനിതിങ്ങനെ കേട്ട് അവരുടെ റിഹേഴ്സൽസും ഒക്കെ കേട്ട് എല്ലാം നമുക്കറിയാവുന്ന മ്യൂസിഷ്യൻസും. അപ്പോൾ അതൊരു ഞാനിപ്പോൾ മോൻ പാടുമ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സമ്പത്ത് സെൽവം അദ്ദേഹമാണ് കണ്ടക്ട് ചെയ്തത്. മക്കളെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ മോനെ എനിക്ക് മൊഹബത്ത് അതൊന്ന് പാടാമോ? मोहब्बत का हर एक लम्हा. മോനെ അത് കുറച്ച് സൂഹിപ്പിക്കടാ. അതൊന്ന് ശരിക്കും അല്ല കരയുന്നോണ്. മക്കളെ അത്ര കൊടുത്താൽ നീ മൊഹബത്ത്. ഓക്കെ അത് സൂപ്പർ മോനെ. അതല്ല എന്ത് രസമാണ് കേൾക്കാൻ ഒരു കൺസ്ട്രക്ഷൻ. മോനെ ഇത് പറഞ്ഞോണ്ടും ഈ ഒരു റൗണ്ടിലേക്ക് ഇതൊരു ഒരു കവാലി പോലെ ചെയ്തതാണ്. ഇതെടുത്തോണ്ട് വരാണ്ടായ ചേതോവികാരം ഈ റൗണ്ടിലേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഈ ഒരു പാട്ട് ഓടി വന്നു അല്ലേ? മാഷിന്റെ ഉഗ്രം പാട്ട്. ഇത് ഈ ആൽബത്തിൽ എത്ര പാട്ടുകളാ. ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ഒരു തറവാട് പോലത്തെ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഒരാളെ കൊല്ലാൻ നോക്കിയായിരുന്നു. കൊല്ലാനായിരുന്നു ഉദ്ദേശം, അത് പൈസക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വന്നിട്ട് ലാലേട്ടൻ ഒരു മുസ്ലിം ആയിരുന്നു. അവിടെ വന്നിട്ട് ആ തറവാട്ടില് പണ്ട് ഒരു ചെറുകാപ്പി മരിച്ചുപോയി, അല്ല കളഞ്ഞുപോയി. മക്കളെ പണ്ട് ഈ സിനിമാ തിയേറ്ററിൽ നമ്മൾ പടം കാണാൻ പോകുമ്പോഴേ ഈ പാട്ട് പുസ്തകം എന്ന് പറഞ്ഞു തരും.
അതിന്റെ ചില പാട്ടുപുസ്തകത്തിന്റെ താഴെ ഈ പാഠത്തിന്റെ ഒരു ചെറിയ കഥാചുരുക്കം കാണും. നീ അത് എവിടുന്നോ കിട്ടിയിട്ട് വായിച്ചിട്ട് ഈ പറയുന്നത് എന്തോ കളഞ്ഞു പോയി എന്നൊക്കെ പറയുന്നു. എന്താ കളഞ്ഞു പോയത്? അല്ല ആ ചെറുക്കൻ ചെറുക്കനോ? ചെറുക്കനെ കളഞ്ഞു പോകും. അല്ല പണ്ട് ഇവരുടെ ഒരു മോന് ആ. നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ അവൻ ആ മോനാണ് ഈ ലാലേട്ടെന്ന് വിചാരിച്ചിട്ട് അവനെ ഉണ്ണി ഉണ്ണി എന്നൊരു പേര് അങ്ങനെ പിന്നെ അവിടെ ഉണ്ണിന്നായിട്ട് അറിയപ്പെട്ടു ഉണ്ണിയായിട്ട് ഫേമസ് ആയി, വൈറലായി. മോനെ അതില് പാട്ടുകളാടാ പ്രധാനം. അത് നമ്മുടെ ലാലണ്ണാച്ചി ഇത് രസമായിട്ടാ ചെയ്തത്. ഒരു ഭാഗത്ത് ലാലേട്ടനും ഒരു ഭാഗത്ത് കൈതപ്രം തിരുമേനിയും കൂടി ഇരുന്നിട്ടുള്ള ഒരു ബാറ്റിൽ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാനും ഉണ്ട്. അതെ, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ട്. മക്കളെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്നടാ, അതിന് താങ്ക് യു സോ മച്ച് മക്കളെ. പിന്നെ ഇതില് ഒരു ആഡ്ലി പോർഷൻ ഇല്ലേ ഇടയില്, ജാം ജവാനി കാ ആ ഒന്ന് പാടാമോ? जाम जवानी का तू होठों से पिला दे रंग भरी महफिल में तू गुल नया खिला दे. മോനെ തിനാനേ ദാര് അതാണ് ഒറിജിനല്. സാദാ മഗരിസ അതാണ്. പഠിച്ചാ മതി. ഇതിപ്പോ ഇതാണ് അതിന്റെ ഒരു സ്വരൂപം കേട്ടോ മോനെ. അത് നമ്മളെത്രയോ അവിടെ കേട്ടതും പിന്നെ മാഷ് പാടിയതും അത് ആസേട്ടൻ വന്ന് അത് വേറെ ലെവലാക്കിയതും. അപ്പൊ അത് മോനെ അത് ശരിയാക്കൊണ്ടാ മതി. അതിൽ ലാസ്റ്റ് ലൈൻ താതിരിനി कमाल है ये हुनर बेमिसाल है. ആ മക്കളെ അതല്ല കേട്ടോ. തിരിനി അതേ ഉള്ളു. അതാര വെരി ഗുഡ്, അതേ ഉള്ളൂ മക്കളെ. അതുപോലെ ആ സ്വരമൊക്കെ നല്ല ഒരു ചന്തം ഉണ്ടായിരുന്നു. നീ അത് പറഞ്ഞത് നമുക്ക് അത് ഒന്നുകൂടെ പാടിക്കുന്നില്ല മക്കളെ. അതൊരു രസത്തിൽ അങ്ങ് പോയി കേട്ടോ. ഒരു സുഖമായിരുന്നല്ലോ നീ ഇന്ന് പാടുന്ന കേൾക്കാൻ. അതിനകത്ത് കയറി പയറ്റണ്ടേ. എൻ്റെ എങ്ങനെയാ മക്കള് പാടിയത്? പേര് दे दे दिल का प्यारा नजराना ഗുഡ് ഗുഡ് വെരി ഗുഡ്. അപ്പം മോനെ അത് ഇത്രയൊക്കെ ഓർമ്മ വെച്ചേക്കണം. നീ അത് പഠിച്ചതിൻ്റെ കൂടെ കുഴപ്പം കൊണ്ടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരു നല്ല രസം ഉണ്ടായിരുന്നു, കുറേ നല്ല മെമ്മറീസ്. അതൊക്കെ ഓർമ്മ വന്നു തലയിൽ കേട്ടോ. എനിക്ക് ഈ അടുത്ത കാലത്ത് ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും എന്നുള്ള പാട്ട്, പണ്ടത്തെ പാട്ടാ. ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും കൽപ്പനയെ പിറകോട്ടു ക്ഷണിക്കുന്നു, കഴിഞ്ഞ രംഗങ്ങൾ തെളിയുന്നു. പഴയ പാട്ടാ എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷത്തിന് മുകളിലാണ്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ദോശ ഉണ്ടാക്കുന്നത്, അച്ഛൻ അവിടെ വന്ന് ഈ റെക്കോർഡ്സൊക്കെ എടുത്ത് തുടയ്ക്കുന്നത്, എൻ്റെ മാമന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ തേരാപാര നടക്കുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ എപ്പോഴും കച്ചേരിക്ക് പാടാനിരിക്കുമ്പോൾ മക്കളെ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ശ്ലോകം മനസ്സിൽ ധ്യാനിച്ച് അച്ഛനും അമ്മയും ആദ്യം ഡെഫിനറ്റായിട്ട് ആലോചിക്കും. പിന്നെ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ബുക്കുണ്ട്, അതിൽ ഞാൻ തൊടുമ്പം എനിക്ക് അദ്ദേഹം ആ റൂമിൽ കൂടെ നടക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ തലയിൽ അങ്ങനെ ഉടനെ വരും. ഞാൻ അതിനുശേഷമേ തുടങ്ങത്തുള്ളൂ. അപ്പം അതൊരു അനുഭവമാണ്. അതുപോലെ ഇത് മോൻ പാടിയപ്പോൾ അവിടെ നടന്നതും രവീന്ദ്രൻ മാഷും അതിൻ്റെ കണ്ടക്ടറും ആ മ്യൂസിഷ്യൻസും സമ്പത്ത് സാറാണ് റെക്കോർഡ് ചെയ്തത്. സമ്പത്ത് സാറിനൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു കേട്ടോ. അത് കുറേ സന്തോഷം മക്കളെ ഇങ്ങനെ ഒരു അനുഭവം തന്നതിൽ. എന്തൊക്കെയാലും നന്നായിടാ ചക്കരെ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക മെബിൻ എന്തോ സാർ? അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ആരാ ഈ പാട്ട് എഴുതിയത്? മധു ബിഹാർ.
മ്യൂസിക് പിന്നെ രവീന്ദ്രൻ രവീന്ദ്രൻ സാർ എന്ന് പറയുന്നതിനേക്കാളും കൂടി രവീന്ദ്രൻ മാഷ് എന്ന് പറയുമ്പോഴാണ് ഒരു രവീന്ദ്രൻ അല്ലേ ഒരു ഗും. മോനെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആകെ കുറച്ച് വരട്ട് വെച്ചത് ഓക്കെ തൂബടിയുടെ ആ ഒരു കുണുക്ക്, പിന്നെ ഡിക്ഷൻ. നീ സാ പിന്നെ പ്രൊനൗൺസ് ചെയ്യേണ്ട എല്ലാ സ്ഥലത്തും സായും, സാ പ്രൊനൗൺസ് ചെയ്യേണ്ട എല്ലാ സ്ഥലത്തും സായുമാണ് ഇട്ടിരിക്കണേ. അതൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തോളൂ ഷാനെ. അതെ, അത് മിക്കവാറും അത് ചെയ്യേണ്ടി വരും. ആർസു അങ്ങനെ ഒരു വാക്കില്ല, ആർസു. അതുപോലെ ഹുസിറെ, അത് ബുസിറെ എന്നാണ് നീ പാടിയത്. ഹുസിന് അങ്ങനെ ഒരു വാക്കില്ല, ഹുസ്ന്. അത് ഞാൻ പറഞ്ഞത്. അവിടെ എസിന് പകരം സെഡും മറ്റിടത്തൊക്കെ സെഡിന് പകരം എസും അങ്ങനെയൊക്കെ. പിന്നെ ഭരി, അത് ഭരിയായിരുന്നു. പിന്നെ ജൽവ, അത് നീ ജലുവ, അങ്ങനെ കൊറേ ഹലുവ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കൊറേ വേണ്ട അതിന്റെ ഇടയിൽ കേട്ടോ. ഒരു ചെറിയ ഒരു പൊടിക്ക് മതി. എപ്പോഴാടാ എനിക്കിത് നിന്റെ ഭയങ്കര ഇഷ്ടമായി, ഈ ഗ്രാസ്പിംഗ് പവർ. ഇപ്പൊ കറക്റ്റ് ചെയ്യുമ്പോ അപ്പം നീ അത് എടുത്തിട്ട് പാടുന്നുണ്ടടാ, അത് ഹാറ്റ്സ് ഓഫ് കേട്ടോടാ. കാരണം എന്തായാലും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടും നല്ല കട്ടിപ്പാട്ടും കൊണ്ടാണല്ലോ വന്നത്. പക്ഷെ അത് സ്പോട്ടിൽ മാറ്റാൻ പറയുമ്പോഴത് നീ മാറ്റുന്നുണ്ട്, അത് ഭയങ്കര. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഓക്കെ കോറസ് നിങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഓർക്കസ്ട്ര, എന്റെ പാച്ചുന്റെ കൈയൊക്കെ ഞാൻ നോക്കുമ്പോ ബ്ലറാ, കാണുന്നില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം മറ്റവന്റെ കൈ കണ്ടില്ല, ഷിനുവിന്റെ. അതെ അതെ, ഷിനു ഹാർമോണിയം പൊളിച്ചടക്കി. അതെ, ഷിനു അങ്ങ് ഇംപ്രവൈസ് ചെയ്തിട്ടാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നീ സ്വരങ്ങൾ പാടിയിട്ട് അതിന്റെ കോറസ് അവർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ആരുടെയാണോ പ്ലാൻ? നിന്റെ പ്ലാൻ ആണോ? ആരുടെ പ്ലാൻ അത്? അല്ല, എനിക്ക് തോന്നി ഇത് കേട്ടിട്ട്. അപ്പോൾ ഈ ചാലഞ്ച് പാടുന്നവരെല്ലാവരും ഒരു പ്രാവശ്യം ആ പല്ലവി, ആ ഒരു ചരണം പാടിയിട്ട് പിന്നെ അതിന്റെ സ്വരം പാടിയ അതിന്റെ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞു. ഇതും ഒന്ന് പരാമർശിക്കാൻ എനിക്കൊരു കാര്യം പറയാം. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് സ്വരങ്ങൾ പാടുന്നു, അതിന്റെ റിപ്പീറ്റ് കോറസ് എന്ന് പറയുന്നത് അവർ പ്രോപ്പർ വരികൾ തന്നെയാണ് പാടുന്നത്. അത് ദാറ്റ് വാസ് റിയലി ഗുഡ് കേട്ടോ. മാർവലസ് പ്ലാൻ ആയിരുന്നു. മോനെ അടിപൊളിയായിട്ട് തന്നെ പാടി. ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ മൈക്ക് കൈമാറുന്നു. ഞാൻ എന്റെ മൈക്ക് ഇദ്ദേഹത്തിന് കൈമാറുന്നു. അല്ല, എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, ഗ്രൂമേഴ്സിന് സ്പെഷ്യൽ. അല്ല മക്കളെ, എനിക്ക് അതല്ല, എനിക്ക് അത് ഒന്നും കൂടെ കേട്ടാ കൊള്ളാവുന്ന. Ma pa 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 ni pa ga ga ma ma pa 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 da ni sa ni pa. होठों से पिला दे. Ma pa 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 ma ni pa ga ga ma ma pa 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 da ni sa ni pa. गुल्लियाँ खिला दे. pani sa re sa. ये अदा ये कमाल है. pani sa re sa. ये हुनर बेमिसाल है. എല്ലാവർക്കും കെട്ടിപ്പിടിച്ചു. അതെ, ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ടോപ്പ് നോച്ച് കോറസ് അല്ലേ ഈ ബദ്രി അഭിനവത്തിന് നമ്മുടെ ഈ അതിന് ടോപ്പിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. സോറി എന്നെ കൊണ്ട് മേലെ പറയരുത്. ഇപ്പൊ എന്റെ തമാശ അത്ര വേണ്ട. മാർക്സ് വെക്കാം. ശരത് സർ. മക്കളെ, എന്താ സർ? 8.8. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക, ഞാനൊരു 9 ആയിരുന്നു വിചാരിച്ചത്, പക്ഷെ ഈ ഡിക്ഷൻ ഇച്ചിരി പ്രശ്നം ആയതുകൊണ്ട് ഞാനൊരു 0.1 ഞാൻ കുറയ്ക്കുന്നു. 8.9. താങ്ക് യു സർ. അല്ല, ഇത് മോനെ മക്കളെ, നീ ഇത് നമ്മളൊരു കറക്ഷൻ പറഞ്ഞു തരുമ്പോൾ ഉടനെ അത് പിടിച്ച് പാടുന്നു. അതൊരു നല്ല ക്വാളിറ്റി. അത് പഠിച്ചത് ഏറ്റി കൊടുക്കും, കുഴിക്കാത്തോടെ. അത് നമ്മളാരെങ്കിലും പറയുന്നു വലിയ മനസ്സാണെങ്കിൽ കേട്ടോ മോനെ. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാൽ മതി മക്കള് കേട്ടോ. ഓക്കെ, സോ ടോട്ടൽ 17.7.